നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ 1.44 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം. വോട്ടെണ്ണൽ തീരാൻ ഏതാനും റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. പൊതുവെ ഉത്തർപ്രദേശിൽ BJPക്ക് എതിരായ നെഗറ്റീവ് വോട്ടുകളാണ് മോദിയുടെ ഭൂരിപക്ഷം കുറച്ചിരിക്കുന്നത്. അതേസമയം ഗുജറാത്തിൽ അത്തരം ഒരു തരംഗമില്ല. BJP അനുകൂല തരംഗം തന്നെയാണ് ഗുജറാത്തിൽ ആഞ്ഞടിക്കുന്നത്. അവിടെ അമിത്ഷായ്ക്ക് 7 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കനയ്യ കുമാറിനെ 1.25 ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി BJPയുടെ മനോജ് തിവാരി വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ വടക്ക് കിഴക്കൻ മണ്ഡലങ്ങളിൽ ഏറ്റവും കടുത്ത മത്സരമായിരുന്നു അവിടെ നടന്നത്. തുടക്കം മുതലേ ഗായകൻ കൂടിയായ മനോജ് തിവാരി മുൻപിലായിരുന്നു. കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു കനയ്യ കുമാർ. ഡൽഹിയിൽ ആകെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 7ലും BJP ജയിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തു വന്ന് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയെങ്കിലും അത് തെല്ലും ഏശിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഡൽഹിയിൽ ഹാട്രിക് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് BJP ഇപ്പോൾ. മുതിർന്ന BJP നേതാവ് സുഷമ സ്വരാജിന്റെ മകൾ ബൻസൂരി സ്വരാജ് വമ്പൻ വിജയത്തിലേക്കാണ് നടന്നുകയറുന്നത്. ഇതുവരെ 3,54,789 വോട്ടുകളാണ് ബൻസൂരി സ്വരാജ് നേടിയിരിക്കുന്നത്. അമ്മയുടെ വീര്യം ചോർന്നു പോകാതെ തന്നെ കന്നി അംഗത്തിൽ മകൾ മിന്നും വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. ആം ആദ്മിയുടെ സ്വാമനാഥനാണ് 2ാം സ്ഥാനത്തുള്ളത്. ഇതുവരെ 3,03,834 വോട്ടുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. BSPയുടെ രാജ്കുമാർ ആനന്ദ് 4,501 വോട്ടുകളുമായി 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ മീനാക്ഷി ഗേലി വൻ ഭൂരിപക്ഷത്തിലാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. NDA സർക്കാരിനൊപ്പം നിന്ന് ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ. സംസ്ഥാനത്ത് 4 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. ഹമീർപൂരിൽ സിറ്റിംഗ് MP കൂടിയായ അനുരാഗ് ഠാക്കൂർ, കംഗ്രയിൽ ഡോക്ടർ രാജീവ് ഭരദ്വാജ്, ഷിംലയിൽ സിറ്റിംഗ് MP ആയ സുരേഷ് കുമാർ എന്നിവരാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ചത്. കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് ഠാക്കൂർ 1,70,000 വോട്ടിന്റെ ലീഡിലാണ് ജയം ഉറപ്പിച്ചത്. മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ അനുഗ്രഹിച്ചെന്നും അവരോട് എന്നും നന്ദിയുള്ളവനായിരിക്കുമെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 2019 തിരഞ്ഞെടുപ്പിൽ മാട്ടി ഒഴികെ 3 സീറ്റിലും BJPക്കായിരുന്നു ജയമുണ്ടായിരുന്നത്. ഇക്കുറി കങ്കണയിലൂടെ മാട്ടിയിലും BJP കൈപ്പിടിയിലാക്കിയിരിക്കുകയാണ്. 73,703 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കങ്കണ സ്വന്തമാക്കിയത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന മാഠ്യയിലെ നഗര വികസന മന്ത്രിയായ വിക്രമാദിത്യ സിൻഹയെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയിരുന്നത്. ഹിമാചൽ പ്രദേശിൽ 6 തവണ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്ര സിംഗിന്റെ മകനാണ് വിക്രമാദിത്യ സിംഗ്. കംഗ്രയിലെ സ്ഥാനാർത്ഥി ഡോക്ടർ രാജീവ് ഭരദ്വാജ് 2.5 ലക്ഷത്തിലധികം വോട്ടുകൾക്കും ഷിംലയിലെ സ്ഥാനാർത്ഥി സുരേഷ് കുമാർ കശ്യപ് 90,000-ലധികം വോട്ടുകൾക്കുമാണ് ജയം ഉറപ്പിച്ചത്.